ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരു 9 മണിക്കൊക്കെ ഇടുന്നതായിരുന്നു വിശേഷം. അപ്പൊ ഏതെങ്കിലും പറഞ്ഞ് ഞാൻ ബോറാക്കാൻ നിൽക്കുന്നില്ല. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. വിവാഹമൊക്കെ കഴിഞ്ഞു. മനസ്സില്ല മനസ്സോടെ നമ്മുടെ അനാമികയുടെ കഴുത്തിൽ അനി 2 പ്രാവശ്യമാണ് താലി കെട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ 2 പ്രാവശ്യം കെട്ടിയാലും 3 പ്രാവശ്യം കെട്ടിയാലും വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ആ വിധി എന്ന് പറയുന്നത് ഒരിക്കലും അനാമികയും നമ്മുടെ അനിയും തമ്മിലല്ല ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ അനാമിക പകുതി വെച്ച് തന്നെ ഫ്ലോപ്പായി പോകും. അവിടെ നമ്മുടെ നന്ദു തന്നെയാണ് വരാനും പോകുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും അതിന് കുറച്ച് നാളുകളൊക്കെ പിടിക്കും. അപ്പൊ ഇനി നമ്മുടെ അനന്തപുരി തറവാട്ടിൽ 2 ചേരികളായിട്ട് തിരിഞ്ഞ് അടിയും ബഹളവും ഒക്കെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നയനയെ എതിർത്തുകൊണ്ട് എന്തൊക്കെ ആ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അനാമിക പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദേവയാനിയെയും ജാനകിനെയും ജലജയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ കൂട്ടത്തല് നടക്കുന്നത്. അപ്പം നമ്മുടെ നന്ദുവിന് കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ പതുക്കെ റിക്കവറൊക്കെ ആയിട്ട് വന്നു. അപ്പൊ നേരെ കനകദുർഗയും ഗോവിന്ദനും കൂടെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു നന്ദുവിനെ കണ്ടു. നന്ദുവിനെ കണ്ട ഉടനെ തന്നെ മോളെ നീ എന്ത് പരിപാടിയാ മോളെ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കനകദുർഗ നേരെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അപ്പം പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട അമ്മ, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയത്. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എന്റെ ജീവിതവും ചിന്തിച്ചില്ല. ഞാൻ അനിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല നടക്കുന്നതൊന്നും. ഇനി ഞാൻ കാരണം അനുയുടെ ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടാകാൻ പാടില്ലെന്ന് ഓർത്തിട്ട് അമ്മ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോൾ ഒരു നിമിഷം ഈ അമ്മയും അച്ഛനെയും ഓർക്കുമായിരുന്നെങ്കിൽ മോൾ ഇത് ചെയ്യില്ലായിരുന്നു. കാരണം 2 പെൺമക്കളുടെ ജീവിതം നാശത്തിന്റെ അറ്റം എത്തിയിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരിക്കലും നിന്നെ ഞങ്ങൾ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് മോളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ, അല്ലാതെ കുറവ് കൊണ്ടല്ല. പിന്നെ അവര് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ നീ ഒരു കല്ലുകടിയായിട്ട് തീരത്തൊന്നുമില്ല. അവർ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പതുക്കെ അനി മറന്നോളും. കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അങ്ങനെയാ. മോളത് മനസ്സിലാക്കാതെ പോയതാണ് മോൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞപ്പം ഇല്ല, എനിക്ക് അനീനെ നന്നായിട്ട് അറിയാം. അനി അന്ന് രാത്രി മദ്യപിച്ച് അനി ലെക്ക് കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനിയുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അനാമികയ്ക്കും അറിയാം. അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ ഇതിന് ശ്രമിക്കില്ല. ഞാൻ വാക്ക് തരാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് പറയുന്ന വേറൊന്നുമല്ല, കഴുത്തിൽ നിന്നും താലിമാല ഊരി താഴെ വീണു. അത് നയനയുടെ പേരിലാണ് ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത്. മോളെ നയനെ ലൂസാക്കി കെട്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നയനയ്ക്കാണ് കുറ്റം എല്ലാവരും. അതിനിടയിൽ നയന ഇങ്ങോട്ടേക്ക് വന്നു. നയന ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവിടെ നയനയെ കണ്ടില്ല. നയന ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് മുങ്ങി നടക്കുന്നതാണെന്നൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ പറഞ്ഞു, അവര് പറയുന്നത് പോലെ പറയട്ടെ, പക്ഷെ നമുക്കതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഇനി ഏതായാലും തിരിച്ചങ്ങോട്ടേക്ക് നമുക്ക് പോകണ്ട. നേരെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി. കനകദുർഗ ഇനി അവിടെ പോയി നിൽക്കണ്ട എന്ന് തന്നെയാണ് ഗോവിന്ദന്റെ തീരുമാനം. ഇതേ സമയം നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ നിന്നും നേരെ വീട്ടിലേക്ക് വലതുകാല് എടുത്ത് വെച്ച് ചെല്ലുകയാണ് നമ്മുടെ അനാമിക. അങ്ങനെ അനാമിക അവിടെ ചെന്നിറങ്ങി വലതുകാലെടുത്തു വെച്ച് കയറുന്നു. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കയറുന്നത്. വരുന്നതേ പൊക്കി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ജലജയും ഒക്കെ വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ആദ്യത്തെ മരുമകളാണ് വലതുകാലെടുത്തു വെച്ച് അകത്തേക്ക് കയറാൻ പോകുന്നത്. അതിന്റെ എല്ലാ ഐശ്വര്യവും ഇനി കുടുംബത്തിൽ ഉണ്ടാകും. നോക്കിക്കോ, വെച്ചടി കയറും നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലതുകാല് വെച്ച് കയറി. മനസ്സില്ല മനസ്സോടെ നമ്മുടെ അനിയും അകത്തേക്ക് കയറി. അപ്പൊ ഇതിനിടയില് രേവതിയും അതുപോലെ വേണുവും കൂടെ മകളെ കുറെ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സ്വർണം നമ്മുടെ കസ്റ്റഡിയിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ എന്താവും അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ പലിശക്കാരനെ പറഞ്ഞു വിട്ടത്, എന്താണ് അന്ന് അപ്പൊ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ് കണ്ടായിരുന്നു. ആദർശും അയാളെ കണ്ടായിരുന്നു. അങ്ങനെ ആദർശ് തന്നെ അയാളോട് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും കടമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുഴുവൻ വീട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞല്ലേ, എങ്കിൽ ഇനി പേടിക്കാനൊന്നുമില്ല മനുഷ്യ, ഇനിയിപ്പോൾ അവരെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കടങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ചെറിയൊരു ഷെയർ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് കുറെ ഡിമ്മായി പോയി ആ ഒരു ഷെയറിൽ. പക്ഷേ ആ ഒരു ഷെയർ ഇനിയിപ്പം
അവർക്ക് വേണം തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കടവും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മോളുടെ സ്വർണം എത്രയും പെട്ടെന്ന് തിരിച്ച് കൊണ്ടെത്തിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ഇതെന്താ അച്ഛനും അമ്മയും കൂടെ ഒക്കെ മാറി നിന്ന് സംസാരിക്കുന്നത്, മകൾക്ക് സങ്കടം ആയിരിക്കില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറയാണ്, ഒരിക്കലും എന്റെ മകളെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ച് പോകുന്നതിന് ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. കാരണം നല്ലൊരു വീട്ടിൽ തന്നെയല്ലേ അവള് വന്ന് കയറിയേക്കുന്നത്. പിന്നെ അവിടെ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എന്റെ മോക്ക് ഇവിടെയും കിട്ടൂലോ. അപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ വേണു ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദേ ഇവള് ഞങ്ങളുടെ മരുമകളല്ല, മകള് തന്നെയാണ്. ഇവള് ഈ വീട്ടിന്റെ മകളായിട്ട് തന്നെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. മറ്റു രണ്ടു മരുമക്കളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അർഹിക്കാതെ വന്നവരാണ് അവരൊക്കെ. പക്ഷെ അതുപോലെയല്ല, ഇവൾ അർഹിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കും. ഇനി ഇവൾക്ക് ദാസിപ്പണി ചെയ്യാൻ വേണ്ടി, ദാസിപ്പണിയല്ല, ഇവളുടെ പണി ചെയ്യുന്ന ദാസികളായിട്ടായിരിക്കും നയനയും നവ്യയും നിൽക്കാൻ പോകുന്നത്. അങ്ങനെ രണ്ട് അടിമമാരെ കിട്ടിയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും രണ്ടുപേരോടും പറഞ്ഞോ, കണ്ണുകൂട്ടി പറഞ്ഞോ, മോൾ അടുക്കളയിൽ ഒന്നും കയറണ്ട, അവരെല്ലാ കാര്യവും ചെയ്തു തന്നോളും എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് പറഞ്ഞു കൊടുത്തിട്ട് അനാമികനെ ഇങ്ങനെ ഓരോ എരിവ് കുത്തി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഉപദേശമായിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും, നിലവിളക്കൊക്കെ ആയിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വേറെ ആരെയും കണ്ടല്ല പഠിക്കേണ്ടത്, നയനമോളെ കണ്ടാണ് പഠിക്കേണ്ടത്. ഈ വീട്ടിൽ കയറി വന്ന മരുമകളിൽ ഏറ്റവും നല്ലൊരു മരുമകളാണ് നയനമോള്. അവള് ഞങ്ങൾ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കാണുന്നതെന്ന് നേരെ തിരിച്ചാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീ നയനയിൽ നിന്ന് തന്നെ മേടിക്കണം. കാരണം നയന നിനക്ക് ഉപദേശിച്ച് നീ നയനയുടെ ആ ഒരു പാത പിന്തുടരുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല. പിന്നെ ഇവരെ പലരും മോളെ മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, പലരും പല കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും മോള് വിശ്വസിക്കരുത്, അതൊന്നും മോള് വിശ്വസിച്ച് മോൾ അങ്ങനെ ആയി തീരരുത്. ഒരിക്കലും നയന ഒരു ചീത്ത മരുമകളല്ല, നല്ലൊരു മരുമകളും മകളും ഭാര്യയും ഒക്കെ തന്നെയാണ്. അതിവിടെ എല്ലാവർക്കും മനസ്സിലായെങ്കിലും മനസ്സിലാകാതെ നടിക്കുന്നവരാണ് ഇവിടെ പലരും ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയനയോട് കുശുമ്പും അതും പരിഭവവും പരാതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക നിൽപ്പുണ്ട്. ഒരിക്കലും അനാമികയും നയനയും തമ്മിൽ ഒത്തുചേർന്ന് പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ മണിയറയൊക്കെ ഒരുക്കാൻ വേണ്ടി നയനയും നവ്യയും ചെല്ലുമ്പം അനാമിക അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദേവയാനിയും നമ്മുടെ അനിയുടെ അമ്മയും കൂടി ആ മണിയറ നിങ്ങൾ ഒരുക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് കണ്ണുവെച്ച് നിങ്ങൾക്ക് കളയാനല്ലേ. അതുമല്ല, ഇതിനകത്ത് പല പല സാധനങ്ങളുണ്ട്, അവളുടെ പെട്ടിയുണ്ട്, അതിനകത്ത് സ്വർണങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്തോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ നയനയും നവ്യനെയും. ഏതായാലും നവ്യ തിരിച്ച് നല്ല മറുപടിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നയനയും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമ്മുടെ ആദർശ് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയോട് ധിക്കാരം സംസാരിക്കരുത്, അമ്മയോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്ന് പറഞ്ഞത് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് ഇങ്ങനെ എടുക്കുകയും പിന്നെ ഒന്നും പറയാനൊന്നും പോകുന്നില്ല ദേവയാനിയുടെ മുമ്പിൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ആണുങ്ങൾക്കാണ് പ്രശ്നം. ആണുങ്ങൾ ഇതെല്ലാം നിന്ന് കാണുമല്ലോ. ജയനും അതുപോലെ അനിയുടെ അച്ഛനൊക്കെ ഇത് കാണുകയാണ്. അപ്പൊ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് മിക്കവാറും ഇവിടെ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാകാൻ പോകുന്നത്, വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുമുണ്ട്. അതിനിടയിലായിട്ട് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി നയനയെ ഏൽപ്പിക്കാന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ഊരി നയനയെ ഏൽപ്പിക്കുകയാണ്. ഏതായാലും നയനയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി, അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? നയനയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി എന്തായിരിക്കും ഉണ്ടാകുക? ഇനിയിപ്പോൾ അത് നയനയുടെ അടുത്തുനിന്ന് വല്ലോ ഇവൾ എടുത്തോണ്ട് പോയിട്ടുണ്ട്, അത് നയനയുടെ തലയിലിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇനിയാണ് സത്യത്തിൽ അനന്തപുരി തറവാട്ടിലെ സത്യത്തിലുള്ളൊരു അമ്മായിയമ്മ പോരും അടിയും ബഹളവും ഒക്കെ കാണാൻ പോകുന്നത്. ഇതിനിടയിൽ അനിയുടെയും അനാമികയുടെയും ആദ്യരാത്രിയൊക്കെ കണ്ടിട്ട് നമുക്ക് ചിരി വരും. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി കിടക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അനാമികയെ എനിക്ക് നിന്നെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ മുഖത്തടിച്ച് പറയുകയാണ് അനി. ഒരിക്കലും എനിക്ക് ഭാര്യയുടെ ഒരു സ്ഥാനത്ത് നിനക്ക് ആ ഒരു സ്ഥാനം നിനക്ക് കിട്ടില്ല. അത് ഞാൻ വിവാഹത്തിന് മുമ്പ് നിന്നോട് പറഞ്ഞത്, പക്ഷെ നീ ഒഴിഞ്ഞു മാറിപ്പോയില്ല. അപ്പൊ പിന്നെ എനിക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റണത്? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയുടെ സ്ഥാനം നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നും പറയുന്നുണ്ട് അനി. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അനാമിക തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അനാമിക മനസ്സിൽ കാണുന്നത്, എനിക്കൊരു ഭാര്യയുടെ സ്ഥാനം അല്ല വേണ്ടത്, എനിക്ക് പണവും പത്രാസുമാണ് വേണ്ടത്. എനിക്കൊരു ഭാര്യയുടെ സ്ഥാനം ആവശ്യമില്ല, എനിക്കൊരു പണവും പത്രാസും പിന്നെ ഒരു പേരിന് ലേബലില് അനന്തപുരി തറവാട്ടിലെ ഒരു
കൊച്ചുമകനെ ഭർത്താവുമായിട്ട് കിട്ടി. അത് മാത്രം മതി എനിക്ക്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കടം മാത്രം എനിക്ക് തീർത്താൽ മതി. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലടാ ഞാൻ വന്നതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങാട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും വിശേഷം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ പ്രമോയിൽ കാണാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.